ഇത് ആഗ്രയിൽ നിന്ന് റിപ്പോർട്ടിംഗ് നിക്കിത താജ്മഹൽ ഇസ് മിസ്സിംഗ്. ലക്ഷ്മി ട്രാവൽസിലാണ് നമ്മൾ ഇന്ന് മനാലിയിലേക്ക് വിടുന്നത്. അങ്ങനെ ഡൽഹി മൊത്തം ചുറ്റിക്കറങ്ങി ഞങ്ങൾ വീണ്ടും നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. എനിക്ക് ക്ലോക്ക് റൂമിൽ പോയിട്ട് രാവിലെ വെച്ച ലഗേജ് എടുക്കണം, എന്നിട്ട് നേരെ ആഗ്രയിലേക്ക് കയറുകയാണ്. ഓ ഹലോ ഗായ്സ്, അപ്പോൾ സമയം രാവിലെ 5:30 അല്ലേ. തണുത്ത് വരച്ചിരിക്കുകയാണ് നമ്മൾ 3 പേരും. ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. നമ്മൾ ഹോട്ടലിൽ നിന്ന് എഴുന്നേറ്റ് താജ്മഹൽ കാണാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 കാക്കക്കുളിയൊക്കെ കുളിച്ചു. ഹീറ്ററും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം മോശമില്ലാത്തൊരു തല്ലിപ്പൊളി ഹോട്ടലായിരുന്നു നമ്മൾ കിട്ടിയത്. കാരണം ലാസ്റ്റ് മൊമെന്റ് മാത്രമല്ല, താജ്മഹലിന് വളരെ അടുത്തുള്ള ഹോട്ടലാണ് നമ്മൾ തപ്പിയത്. ഒരു 500 മീറ്റർ എവയാണ്. അതെ, നടക്കാനൊന്നും പറ്റില്ല ഈ സമയത്ത്. അതുകൊണ്ട് ഒരു ഊബർ ആക്കിയിട്ട് നമ്മള് താജ്മഹലിലേക്ക് നമ്മള് വെസ്റ്റേൺ ഗേറ്റിലേക്കാണ് പോകുന്നത് ഇപ്പൊ അല്ലെ. താജ്മഹലിന്റെ വെസ്റ്റേൺ ഗേറ്റിലാണ് നമ്മളിപ്പോ പോകുന്നത്. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങൾ അവിടെ എത്തിയിട്ട് കാണാം. തണുക്കുന്നത് ഓ അമ്മോ, തണുത്ത് വിറക്കുന്നേ. കണ്ട ഗൈസ്, നോനുനെ കണ്ട. ഇതാണ് നോനുവിന്റെ കോലം. നിക്കുനെ കണ്ട. നിക്കുന കൈയൊക്കെ ഇല്ലേ, എന്തായാലും ഗ്ലൗസ് വേണ്ടി വരും. ഭയങ്കര തണുത്ത് വിറക്കുന്നു. അപ്പൊ ഇപ്പൊ ഇവിടെ ടെമ്പറേച്ചർ നോക്കുമ്പോൾ 11 ഡിഗ്രിയാണ്. ഞാൻ ജാക്കറ്റ് ഒന്നും വേണ്ടെന്നൊക്കെ കരുതിയിട്ടാണ് വന്നത് ഇങ്ങോട്ട്. പക്ഷേ ഈ 11 ഡിഗ്രി തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ മനാലി പോയ കാര്യം അയ്യോ. അപ്പൊ നമ്മൾ ഏതോ വെസ്റ്റേൺ ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് എവിടെയോ ഇറക്കി വിട്ടിട്ടുണ്ട്. ഇനി ഇതുവഴി ഇങ്ങനെ നടക്കുകയാണ്. വിജനമായ റോഡാണ്. 102 രൂപ. ഇത് റൂമിൽ നിന്ന് ഇവിടത്തേക്ക് ഊബർ ഓട്ടോ 102 രൂപ. ഇനിയിപ്പോൾ നടന്ന് എവിടെ എത്തുമെന്നൊന്നും അറിയില്ല. ഒരു പൂച്ചക്കുട്ടി ഇല്ല. ഓക്കെ, കടയും ഇല്ല, ഒന്നുമില്ല ഈ സമയത്ത്. അതെ, രാവിലെ തന്നെ ഇവിടെ ആരും ഇല്ലാതെ കൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിക്കുന്നത് താജ്മഹൽ നമുക്ക് വേണ്ടി മാത്രം തുറന്നു വെച്ചിട്ടുണ്ടാവും. ഫുള്ള് വ്യൂ നമുക്ക് കിട്ടും. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. യെസ്, ക്രൗഡൊന്നും ഇല്ലാണ്ട്. നമ്മള് ഉറക്കമൊക്കെ ത്യജിച്ചിട്ടാണ് നമ്മൾ താജ്മഹൽ കാണാൻ പോകുന്നത്. നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം അവിടുത്തെ അവസ്ഥ എന്താണ്. അവിടെ ഇവിടെ ആയിട്ട് 3-4 പേരൊക്കെ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. നോക്കിയോ അമ്മ പോകാൻ പോകുന്നു. മാവിയാക്കിയ അയ്യോ, വായിന്ന് പോകാൻ പോന്ന്. ഇതെന്ന് സംഭവം. അപ്പോൾ നമ്മള് വെസ്റ്റ് ഗേറ്റിലെത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് സീറ്റൊക്കെ ഉണ്ട് ഇതുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട്. റോഡ് സൈഡിൽ കുറച്ച് പട്ടികളൊക്കെ കാണുന്നുണ്ട്. ഇത് നല്ല അടിപൊളി റോഡാണ്. ഒത്തിരി ആൾക്കാർ ഓൾറെഡി ഉണ്ട് ഗൈസ് ഇവിടെ. അപ്പം നമ്മളെല്ലാം ഫസ്റ്റ് ഓടിക്കോ തുറന്നത് ഓട്ടം തുടങ്ങി ഗൈസ്. ഉള്ളിലെത്തി, എൻട്രൻസ് ഒക്കെ കഴിഞ്ഞു. മൊബൈലിന്റെ മൈക്ക് നമ്മൾ ഓടിപ്പോയിട്ട് ക്യൂവിൽ ഏറ്റവും മുമ്പിലായിരുന്നു. മോക്ക് വിശന്നിട്ട് ബിസ്ക്കറ്റ് വാങ്ങാൻ പോയി. ബിസ്ക്കറ്റ് 2 എണ്ണേ കഴിക്കാൻ പറ്റിയില്ല. അപ്പോഴൊക്കെ തുറന്നു വിട്ടു. ബിസ്ക്കറ്റ് ഒക്കെ അവിടെ പിടിച്ചു വെച്ചു. പിന്നെ നമ്മുടെ മൈക്ക്, ഇലക്ട്രോണിക് സാധനങ്ങളൊന്നും അങ്ങോട്ട് കയറ്റില്ല. അപ്പോൾ ഇപ്പം മൈക്കില്ലാതെയാണ് സംസാരിക്കുന്നത്. ഒന്നും ഇല്ലാതെ നമ്മൾ എല്ലാം അവിടെ കൊടുത്തിട്ട് പുറത്തേക്ക് വന്നു. ഇതാ സംഭവം എത്തി, ഗേറ്റ് എത്തി. ഇതാണ് വെസ്റ്റേൺ ഗേറ്റ്. അപ്പോൾ എല്ലാവരും വെസ്റ്റേൺ ഗേറ്റ് വഴി വരാൻ നോക്കുക. ഊബറിലും ഓലയിലും മാപ്പിലൊന്നും ഇത് കാണിക്കില്ല. മാപ്പ് കാണും, പക്ഷെ ഊബറിലും ഓലയിലൊന്നും ഇത് കാണിക്കില്ല. പക്ഷെ ഡ്രൈവറോട് പറഞ്ഞിട്ട് തന്നെ വരേണ്ടി വരും. നമ്മൾ കാണും നമ്മുടെ സ്വന്തം താജ്മഹൽ. ഇനി ഓക്കെ അടക്ക്. ഒരു മിനിറ്റ്. താജ്മഹലാണ് ഗൈസ് ആ കാണുന്നത്, ദൂരെ കാണുന്നത്. അന്ന് നമ്മൾ 5 മണിക്ക് എഴുന്നേറ്റിട്ട് വന്നത്. കണ്ടോ താജ്മഹൽ? എല്ലാവരും കണ്ടോ? ഈ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പെർഫെക്റ്റ് വ്യൂ. അങ്ങ് ദൂരെ കണ്ടങ്ങൾ ഒന്നും കാണുന്നില്ല. എവിടെ താജ്മഹൽ? ഒരു പ്യൂർ വ്യൂ കാണാൻ. എവിടെ താജ്മഹൽ? എവിടെ വാങ്ങേ? അവന് വാങ്ങാൻ സങ്കടത്തിലുള്ളത് എന്തുകൊണ്ടാന്നറിയാ? തണുത്തിട്ട്. മോളെ തണുപ്പുണ്ടാ? പറഞ്ഞ തണുപ്പുണ്ടെന്ന് പറഞ്ഞ എന്തൊക്കെയായിരുന്നു. ഇന്നലെ രാത്രി ഈ ഒരു താജ്മഹൽ കാണാൻ വേണ്ടി മാത്രം ഇന്നലെ 12 മണിക്ക് ഉറങ്ങി. അതോ ഈ തണുപ്പത്ത്, തണുപ്പെന്ന് വെച്ചാൽ കിട്ടുകിട്ട വറക്കുന്ന തണുപ്പത്ത്
4:30 എണീച്ച് എടുക്കാൻ സ്വെറ്റർ സെറ്റർ പോലും ഇടാണ്ട് വന്നാണ്ടാ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിട്ട്. ഭയങ്കര സെറ്റപ്പിൽ വന്നതാണ് തെർമൽസ് ഇടാതെ സെറ്റർ ഇടാതെ ഫോട്ടോ എടുക്കാൻ വേണ്ടി. പക്ഷേ ഫോട്ടോ എടുക്കാൻ പോകുന്ന താജ്മഹൽ മാത്രം ഇങ്ങനെയുള്ളത് ഗൈസ്. താജ്മഹൽ അവിടെ ഇല്ല ഗൈസ്, ഇല്ല. എവിടെ പോയി ആർക്കും അറിയില്ല. താജ്മഹൽ എല്ലാം പോയി. ഇത് ആഗ്രയിൽ നിന്ന് റിപ്പോർട്ടിംഗ് നിക്കിത്ത താജ്മഹൽ ഇസ് മിസ്സിംഗ്. താജ്മഹലിന്റെ വെസ്റ്റേൺ ഘാട്ടിൽ നിന്ന് ഫസ്റ്റ് വ്യൂ, പ്യുവർ വ്യൂ, കുറേ റീല് കണ്ടിട്ട് അങ്ങനത്തെ എടുക്കണം എന്ന് വിചാരിച്ച് വന്നതാ. താജ്മഹൽ കാണുന്നില്ല ഗൈസ്. കാണിക്കുക, അവിടെ കാണിക്കുക. താജ്മഹൽ ഇസ് മിസ്സിംഗ്. താജ്മഹൽ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇന്ന് താജ്മഹൽ നിൽക്കുന്നിടത്ത് വെറും വെടിയും പോകുകയും മാത്രം. മെല്ലെ സുഖമായിട്ട് കിടന്നു തുടങ്ങിയോ ചെയ്യാനും. പാട്ട് കേട്ടിന് ബാബേ? ചെറുതായിട്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് നമുക്ക് ഉള്ളിലൊക്കെ പോയി കാണാമെന്നാണ് വിചാരിക്കുന്നത്. വേണ്ട ഇവിടം വിട്ട് പോവുകയാണ്. ഒരു രക്ഷയില്ല. തണുപ്പ് ഇപ്പോൾ ഒന്നും മാറും തോന്നുന്നില്ല. താജ്മഹലിൻ്റെ മുമ്പെന്ന് നല്ലൊരു ഫോട്ടോ എങ്കിലും എടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളിപ്പം റൂമിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. എന്നിട്ട് കുറേ കഴിയുമ്പോൾ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന വിധത്തിൽ ഒന്നുകൂടി വരാം. നോനും തീരെ സഹിക്കാൻ പറ്റുന്നില്ല. നോന് ഫുള്ള് അതിന് ഫുള്ള് ഓക്കെ. പക്ഷെ അവള് നമുക്ക് ഇത് കിട്ടാത്തടത്തോളം, ഏത് കിട്ടാത്തടത്തോളം ഫോട്ടോ എടുക്കണം പോലും, മാവേനെ എടുക്കണം പോലും. ഈ പുക പോകുന്നത് പോകല്ല ഗൈസ്, ഇത് മേഘിയുടെ പുകയാണ്. ഒരു രക്ഷയില്ല, തണുത്ത് മരയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു മേഗിയും ഒരു നല്ല മസാല ചായയും. നോനി ഒന്നുമില്ല, ചൂടുള്ള എന്തെങ്കിലും കൊടുക്കണം. അതുകൊണ്ട് വേറെ വഴിയൊന്നും ഇല്ലാതുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത്. ആഗ്ര ഫോർട്ട് എത്തി. ഇവിടെയും അതേ അവസ്ഥയാണ്, ഒരു രക്ഷയില്ല. ഗൈഡൊക്കെ പറഞ്ഞു എന്ത് ഗൈഡ് എടുക്കോ ഒരുപാട് പേര് ഫോഴ്സ് ചെയ്യുന്നുണ്ട്. നമ്മള് പറഞ്ഞു ഇവിടെ ഓൾറെഡി 3-4 തവണ വന്നതാന്നൊക്കെ പറഞ്ഞു. അപ്പൊ നോക്കുമ്പോ അയാൾ പറഞ്ഞു ടിക്കറ്റ് ഇവിടുന്ന് എടുക്കേണ്ടത്. അത് എല്ലാരും ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വരുവാ ഗൈസ്. പിന്നെ ആരും ഇങ്ങോട്ട് ഇപ്പൊ ഒന്നും വരണ്ട, രാവിലെ തന്നെ ഒന്നും വരണ്ട. കാരണം ഒന്നും കാണാൻ പറ്റൂല. കണ്ടോ, നമുക്ക് കണ്ടോ ഒരു വഴിയും കാണുന്നില്ല. തൊട്ട് മുമ്പിൽ ആരാണെന്ന് പോലും കാണില്ല. അതുകൊണ്ട് കുറ്റിയും പറിച്ച് രാവിലെ തന്നെ വരണ്ട. ആരും ഒരു ഉച്ചക്ക് 1 മണിക്കും 2 മണിക്കൊക്കെ വന്നാൽ മതി. ആ സമയത്താകുമ്പോൾ വല്ലതൊക്കെ കാണാൻ പറ്റുമായിരിക്കും. താജ്മഹലോ ഒന്നും കണ്ടില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ഫൈനലി ആഗ്ര ഫോർട്ടിലെത്തി. ഒരു സാധനം അങ്ങോട്ട് കയറ്റില്ല. താജ്മഹൽ പോലെ തന്നെയാണ് ആഗ്ര ഫോർട്ടിലും. നമ്മുടെ മൈക്ക്, ഫോണിൻ്റെ സാധാ മൈക്ക് പോലും അങ്ങോട്ട് കയറ്റുന്നില്ല. അപ്പോൾ നമ്മൾ നേരെ മൈക്ക് ക്ലോക്ക് റൂം ഫ്രീ ആണ്, പൈസയൊന്നും വേണ്ട. ക്ലോക്ക് റൂമിൽ നമ്മൾ അവിടെ ജമാ കർദിയ, എന്നിട്ട് തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഒന്നും എടുക്കാതെ വന്നാൽ മതി. കാരണം അല്ലെങ്കിൽ നിങ്ങൾ 2-3 തവണ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വരും. പിന്നെ ക്ലോക്ക് റൂമിൽ ഫ്രീ ആണെങ്കിലും കൂടി നേരത്തെ താജ്മഹലിൻ്റെ ക്ലോക്ക് റൂമിൽ അയാൾ പൈസ തരുമോ എന്നൊക്കെ ചോദിച്ചു. വീണ്ടും ഇവിടെ എത്തി. ഇതാണ് റെഡ് ഫോർട്ട്. ഫുള്ള് പുകയാൾ മൂടപ്പെട്ടിരിക്കുകയാണ്. പ്രോഹിബിറ്റഡ് ഐറ്റംസ്. അങ്ങനെ നോനും നിക്കും ഇവിടെ ഇരിക്കുകയാണ്. ഇതാരായത്? സുന്ദരിക്കുട്ടി ഇതെന്ന് കള്ളന്മാറേ. ഇവിടെ വന്നിട്ട് ബിസ്ക്കറ്റ് തിന്നാ. ബിസ്ക്കറ്റ് ഒന്നും എലൗഡ് ഇല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് ബിസ്ക്കറ്റ് തിന്നാ. പ്ലാസ്റ്റിക് ഊരിയിട്ട് ബിസ്ക്കറ്റ് മാത്രം കൊടുത്തു നോനൂന് കഴിക്കാൻ വേണ്ടി. ഗുഡ് ഗൈസ്. അപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇതാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ആഗ്ര ഫോർട്ട്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറി, എന്തായാലും പുകമയാന്ന്, ഒന്നും കാണാൻ പറ്റില്ല. ഉള്ളിലും കയറിയിട്ട് നമുക്ക് നോക്കാം. ഈ മൂണാണോ സണ്ണാണോ എന്ന് അറിയില്ല. ഈ ഒരു 10 മണിക്ക് അവിടെ കാണുന്നുണ്ട്. മനം നീലെ മഞ്ഞിൻ കൂടാ
ഇപ്പോഴാണ് ഒന്ന് സംഭവം ക്ലിയർ ആയത്. ഫോഗൊക്കെ മാറിയിട്ടുണ്ട്. ഇതാ നൈനു അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ ശരിക്ക് ഓക്കെ ആക്കിയിട്ടുണ്ട്. മാറാലയൊക്കെ അയച്ചു വെച്ചു. നൈനൂസും ഇപ്പോഴാണ് ഒന്ന് നിലത്തിറങ്ങിയത്. ഇത്ര നേരം എടുക്കണം എന്ന് പറഞ്ഞ് നടക്കുകയായിരുന്നു. അപ്പോൾ ഫോഗെല്ലാം മാറി. ഇനി താജ്മഹലും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിനി ഇവിടുത്തെ നേരെ വീണ്ടും താജ്മഹലിലേക്ക് പോകും. അവിടുത്തെ അവസ്ഥ എന്നാ നോക്കിയിട്ട് എവിടത്തേക്കാ പിന്നെ നമ്മൾ ഡൽഹിക്ക് തിരിച്ചു വിടും. ഡ്രസ്സ് ഇഷ്ടപ്പെട്ടിട്ട് മിന്ത്ര അത് വാങ്ങണം. ഇനിയിപ്പോൾ അതാണ് വലിയ കാര്യമായി പോയത്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നേരെ മനാലിക്ക് വിടുകയാണ്. ഇന്ന് വൈകുന്നേരം ഉച്ചക്ക് തന്നെ നമ്മൾ നേരെ ഡൽഹിക്ക് തിരിച്ചു വിടും. അവിടുന്ന് വോൾവോ പോകും. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കട്ടെ ഇനി ഇവിടുന്ന്. ഓക്കെ, വെയിൽ വന്നപ്പോൾ നോനു മോൾ ഉഷാറായി. നോനിപ്പോൾ ഹാപ്പിയായി അല്ലേ നോനു? ഇപ്പോൾ ഹാപ്പിയായി. ഇനി എടുക്കണ്ട. എന്താ ഇത്ര നേരം എടുക്കണം എന്ന് പറഞ്ഞ് ഒരേ കളിച്ചിലായിരുന്നു. ഇപ്പം നമ്മളെ ഫോഗെല്ലാം പോയപ്പോൾ നൈനു ഹാപ്പി. ചെടി എടുത്തിട്ടാണ് കൊടുക്കുന്നത് സ്ക്വിറലിന്. എല്ലാവരും പാവം ഭക്ഷണം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് വരും. നോക്കിയിട്ട് ഉള്ളിൽ ഫുഡൊന്നും കയറ്റാതെ കൊണ്ട് ഇതിനൊന്നും ഒന്നും കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. എത്ര എണ്ണാന്ന് ഇതാ നോനുവിൻ്റെ അടുക്ക് വരുന്നത്. നോനുവിൻ്റെ കയ്യിൻ്റെ അടുക്ക് നല്ലത് എടുത്തിട്ട് പോകുന്നു. നോനുവിന് കുറേ കളിക്കൂട്ടുകാരെ കിട്ടി ഗൈസ്. ഫോർട്ടിൻ്റെ ഉള്ളിൽ ഫുഡൊന്നും കയറ്റില്ല. പക്ഷേ അണ്ണാക്കൊട്ടന് സ്ക്വിറലിന് ഫുഡൊന്നും കൊടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് നോനുവിന് ഭയങ്കര സങ്കടം. കരയണ്ട കേട്ടാ. നമുക്ക് എന്നും ചെടി കൊടുത്തിട്ട് പറ്റിക്കാം. പറ്റിക്കാം അല്ലേ? ഇത് ഒന്നുമില്ല അല്ലേ? ഇതാണ് ഇതിന്റെ ശരിയായ വ്യൂ. ഇപ്പോഴാണ് ശരിക്കും കാണാൻ പറ്റുന്നത്. നേരത്തെ കണ്ടിരുന്നില്ല. വീണ്ടും തിരിച്ച് താജ്മഹലിലെത്തി. ഇപ്പം അത്യാവശ്യം കാണാൻ പറ്റുന്നുണ്ട്. ഫോഗൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ നല്ലൊരു ചെടി കണ്ടു. ഈ ഒരു സംഭവം എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? അറിയാമെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്ത് ചെടിയാണെന്നും അറിയില്ല. ഒരുപാട് സംഭവം കാണുന്നുണ്ട്. നല്ല പൂവും ആവുന്നുണ്ട്. നല്ല വൈറ്റ് കളർ പൂവ്. ഫൈനലി നമ്മളെ താജ്മഹലിൻ്റെ അടുക്കൽ ശരിക്കും കാണുന്ന വിധത്തിലെത്തി. ഇപ്പം ബാക്കിൽ ശരിക്കും താജ്മഹൽ കാണാൻ പറ്റുന്നുണ്ട്. രാവിലെ വന്നപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവില്ല, ഒരു പൊടി കാണുന്നുണ്ടായില്ല. അങ്ങനെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇവിടെ വരെ വന്നിട്ടുണ്ടെങ്കിൽ കാണണ്ടേ? അതാണ് 100 രൂപ അധികം കൊടുത്താലും. പിന്നെ ഞങ്ങൾ വീണ്ടും ഓൺലൈൻ ടിക്കറ്റ് എടുത്തു. വീണ്ടും ക്ലോക്ക് റൂമിൽ പോയിട്ട് അവിടെ സാധനങ്ങൾ വെച്ചു. എന്നിട്ട് വീണ്ടും ഞങ്ങൾ താജ്മഹൽ കാണാൻ വന്നിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ കണ്ടു. നിങ്ങൾക്കും കാണിച്ചു തരാം. എവിടെ തിരിയാതെ. അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെ ഷാജഹാൻ തീർത്ത ഒരു പുണ്യഭൂമി. മുംതാസിന് വേണ്ടി ഷാജഹാൻ തീർത്ത പുണ്യഭൂമി എന്ന് പറയുന്ന താജ്മഹലിന്റെ കരയിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. നമ്മുടെ കൂടെ എൻ്റെ കൂടെ നോനൂസും നിക്കിയും ഉണ്ട് താജ്മഹൽ കാണാൻ വേണ്ടി. അങ്ങനെ രാവിലെ നമുക്ക് കാണാൻ പറ്റാതെ അതിൻ്റെ നഷ്ടം ഇപ്പോൾ നികത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എന്തായാലും അകത്തേക്ക് കയറുന്നില്ല. അകത്തേക്ക് നമ്മൾ നേരത്തെ കണ്ട വ്യൂ തന്നെ ധാരാളമാണ്. 200 റുപ്പീസാണ്. 200 റുപ്പീസിൽ അക്ബർ ഷാജഹാന്റെയും മുംതാസിന്റെയും അടക്കം ചെയ്ത് കാണാൻ പറ്റും. അതൊക്കെ കാണാം. വേറെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല. ഉള്ളിൽ മാർബിളൊക്കെ തൊട്ട് ഫീൽ ചെയ്യാം. അകത്ത് പോയിട്ട് ഈ 50 റുപ്പീസിന് ടിക്കറ്റിന് 50 റുപ്പീസ് പുറത്തുനിന്ന് കാണുന്ന 50 റുപ്പീസ്. അത് വേർത്താ. 50 റുപ്പീസ് 35 റുപ്പീസ് പ്ലസ് GST വേർത്താ. ഓൺലൈനിൽ എടുത്തോളൂ. പിന്നെ വരെ തിരക്കിൽ നിൽക്കാണ്ട് ഓൺലൈനിൽ എടുത്താൽ. ഓഫ്ലൈൻ ആണെങ്കിൽ 50 രൂപ, ഓൺലൈൻ ആണെങ്കിൽ 35 റുപ്പീസ്. അപ്പൊ എപ്പോഴും നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുക്കുന്നതാണ് നല്ലത്. പിന്നെ ഒരു ഇലക്ട്രോണിക് സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് മാക്സിമം പറ്റാൻ വരുമെങ്കിൽ അത് ഏറ്റവും നല്ലത്. ഇപ്പൊ ഇത്രയും ക്രൗഡ് ഉണ്ട്. നമുക്ക് ഇനി ഇവിടുന്ന് ഒരു ചെറിയ കുഞ്ഞി രാവിലെ വെറുതെ ഉറക്കം കളഞ്ഞു. 5 മണിക്ക് എഴുന്നേറ്റിട്ട് വെറുതെ വന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് താജ്മഹലിനെ പറ്റിയിട്ട് ഉള്ളത്. ഇതിന്റെ ചുറ്റും നല്ല ഗാർഡനാണ് കേട്ടോ. അതാണ് ഒരു മെയിൻ സംഭവം. നല്ല അടിപൊളി ഗാർഡനാണ്. ഓടിച്ചാടി നടക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. കുറെ ഇതൊക്കെ ഉണ്ട്. നൈനു ഇപ്പൊ ഫുൾ മൂഡ് ഓണായി. അതുകൊണ്ട് നൈനു ഇപ്പൊ ഫുൾ കളിക്കാനൊക്കെ തുടങ്ങി. അപ്പൊ നമ്മളൊരു കുഞ്ഞ് റീൽ എടുക്കട്ടെ.
കണ്ടിട്ട് ചാടാൻ തോന്നല്ലേ പപ്പ? ചാടാൻ തോന്നുന്നു ഗൈസ്. അങ്ങനെ യമുന നദിയുടെ തീരത്തുള്ള താജ്മഹലും ആഗ്ര ഫോർട്ടും കണ്ടതിന് ശേഷം ഞങ്ങൾ നല്ല ഉഡ്ത പഞ്ചാബ് പോയിട്ട് നല്ല അടിപൊളി വെജ് ഫുഡ് കഴിച്ചു. ഫുഡ് വരാൻ കുറച്ച് ലേറ്റ് ആയെങ്കിലും നല്ല ക്വാളിറ്റി ഫുഡായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം നല്ല ഫുഡ് ഞങ്ങൾ കഴിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ആകെ മാഗി മാത്രമാണ് വൃത്തിക്ക് ഉള്ളത് കഴിച്ചത്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് നല്ല ഫുഡായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ വണ്ടി കയറി വീണ്ടും ആഗ്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് വിട്ടു. ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ ഇനി നമ്മൾ നേരെ തിരിച്ച് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഡൽഹിക്ക് വിടുകയാണ്. ഇന്ന് രാത്രി മനാലിക്ക് ബസ് കയറാൻ വേണ്ടി ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ഡൽഹിയിലേക്ക് പോകണം. അപ്പോൾ ഡൽഹി കാശ്മീരി ഗേറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്ക് എല്ലാ വോൾവോ ബസ്സുകളും വരുന്ന സ്ഥലം. അവിടെ നമ്മുടെ ലക്ഷ്മി ട്രാവൽസിലാണ് നമ്മൾ ഇന്ന് മനാലിയിലേക്ക് വിടുന്നത്. ഇവിടുന്ന് 12 മണിക്കൂറിൻ്റെ ഓട്ടം ഉണ്ട്. അതുകൊണ്ട് തന്നെ വോൾവോ ബസ് പോകുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. 1500 രൂപ ഒക്കെയാണ് വോൾവോൻ്റെ ചാർജ് വരുന്നത്. ബൈ വേറെ അപ്പോൾ ബൈ ഗൈസ്. അപ്പോൾ നമുക്കിനി മനാലിയിലെ വിശേഷങ്ങൾ കാണാം. അതിനുശേഷം ഞങ്ങൾ വീണ്ടും ഡൽഹിയിലേക്ക് തന്നെ വരുന്നുണ്ട്. ഡൽഹിയിലെത്തിയിട്ട് ഡൽഹി ഒരു ദിവസം കൂടി കറങ്ങാൻ ബാക്കിയുണ്ട്. അതും കൂടി കഴിഞ്ഞ് മനാലിയും ഇനി ബാക്കിയുള്ള ഡൽഹിയും കൂടി കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് കണ്ണൂരേക്കാണ് പോകുന്നത്. അപ്പോൾ